തറാവീഹിനേക്കാൾ പ്രധാനമാണ് 5 നേരത്തെ നിസ്കാരം. 5 നേരത്തെ നിസ്കാരങ്ങളിൽ അലംഭാവം കാണിക്കുന്ന ആളുകൾ ഉനൂത്തിലെ ഒരു പ്രാർത്ഥന കിട്ടും എന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി യാത്ര ചെയ്ത്, അല്ലെങ്കിൽ അതിന്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് 5 നേര നിസ്കാരങ്ങളിൽ ഭക്തി തൊട്ട് തീണ്ടാത്ത നിലക്ക് കേവലം ചില ചടങ്ങുകളായി നിർവഹിക്കുന്നവരെ കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചിന്തിക്കണം, 5 നേര നിസ്കാരം പ്രധാനമാണ്. അതിൽ തന്നെ ഇശാവും അതുപോലെ തന്നെ ഫജറും. എന്തേ അങ്ങനെ പറയാൻ കാരണം? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലൽ ഇശാ ഫീ ജമാഅ, ആരെങ്കിലും ഇശാ ജമാഅത്തായി നമസ്കരിച്ചാൽ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ, രാത്രി പകുതി മുഴുവനും നിന്ന് നിസ്കരിച്ചവന്റെ കൂലിയാണ് അവന് ഇശാ ഇമാമിനോടൊപ്പം ജമാഅത്തായി നിർവഹിച്ചാൽ. വമൻ സല്ല സുബ്ഹ ഫീ ജമാഅ ഫകഅന്നമാ സല്ലൽ ലൈല കുല്ലഹു, ആരെങ്കിലും അതേപോലെ തന്നെ സുബഹി നമസ്കാരം ഇമാമിന്റെ കൂടെ നിർവഹിക്കുകയും ചെയ്താൽ രാത്രി മുഴുവൻ നിസ്കരിച്ചവനെ പോലെ. അപ്പൊ ഇശാഇന്റെ നിസ്കാരവും ഫജറിന്റെ നിസ്കാരവും ഇമാമിന്റെ കൂടെ നമുക്ക് കിട്ടി. രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച പ്രതിഫലം. അതിന്റെയും പുറമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന റജുല ഇദാ സല്ലാ മഅൽ ഇമാമി ഹത്താ യൻസരിഫ ഹുസിബ ലഹു ഖിയാമു ലൈല, ആരെങ്കിലും ഇമാമിന്റെ കൂടെ തറാവീഹ് നമസ്കാരത്തിൽ പങ്കെടുത്ത് ആ നമസ്കാരം തീരുന്നത് വരെ ഇമാമിന്റെ കൂടെ നിന്ന് നിസ്കാരം തീർന്നിട്ട് മാത്രം പിരിഞ്ഞു പോകുന്നുവെങ്കിൽ അവനും രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലമാണ്. നോക്കൂ നിങ്ങൾ, എത്രത്തോളമാണ് മഹത്വം, എത്രത്തോളമാണ് അതിന്റെ പ്രാധാന്യം. അതൊക്കെ നമ്മൾ ഈമാനോടെ ഇഹ്തിസാബോടെ ചെയ്യണം.